ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ഇന്ന് റമദാൻ 2025 ആദ്യത്തെ റമദാനാണ്. അതിൻ്റെ തുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിങ്ങിലാണ് ഗൈസ്. അങ്ങനെ ഒന്നാമത്തെ നോമ്പാണിന്ന്. ഒന്നാമത്തെ നോമ്പ് തുറക്കാൻ പോവുകയാണ്. ഇതാ മോനിതവിടെ നോമ്പ് തുറന്ന ക്ഷീണത്തിൽ, നോമ്പ് തുറക്കാനായ ക്ഷീണത്തിൽ കിടന്നുറങ്ങുകയാണ്. പിന്നെ ആദ്യത്തെ നോമ്പാനെ കൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട്, ചെറുതായിട്ടൊരു ചൂടും പോകുന്നുണ്ട്. ഇപ്പം നോമ്പ് തുറക്കാൻ നേരത്തെ വിളിക്കാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ചും കൂടി ഭയങ്കര ക്ഷീണായതിനെ കൊണ്ട് എല്ലാവർക്കും പൊതുവേ ചൂട് ഭയങ്കരമാണ്. നോമ്പുറക്കാൻ നേരത്തുള്ള വിഭവങ്ങളും കാര്യങ്ങളെല്ലാം എന്തായിരിക്കും എന്നുള്ള അറിയില്ല, നാട്ടുകളിൽ പോയി അവിടെ. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നോമ്പ് തുറക്കുള്ള ഓരോ ഐറ്റങ്ങൾ ഇവിടെ ഇങ്ങനെ ലെവലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇത് കൈകൊണ്ടെടുത്ത പല്ലടി കേട്ടോ, അതിൻ്റെ കൈകൊണ്ടെടുത്ത പല്ലടൊക്കെ ഇവിടെ റെഡിയാകുന്നുണ്ട്. ഇവിടെ ഏതാ പഴംപൊരി പൊരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഓട്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടല്ലോ, ഓട്സ് ഉണ്ടോ. ഇന്നത്തെ നോമ്പ് തുറക്ക് ഓട്സാണ് മധുരം. ഇത് നമ്മളെ മോനിതാ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇവന് ഭയങ്കര ക്ഷീണം പിടിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഇവൻ്റെ കലാവിരുതുകളാട്ടോ. കണ്ടോ, ചുമര് പെയിൻ്റ് അടിച്ച് അന്ന് തൊട്ട് ഉള്ള കലാവിരുതുകളാണ്. പെയിൻ്റ് അടിച്ചതിൻ്റെ പിറ്റേന്ന് തൊട്ടുള്ള കലാവിരുത്. അത് നോക്കണ്ട, അവൻ്റെ ചിത്രപ്പണിയല്ല, അവൻ്റെ ചെറുപ്പത്തിലെല്ലാം ചെയ്യും. നോമ്പിനെങ്ങനെയുണ്ട് നോമ്പ് ഗൈസ്? അങ്ങനെ നോമ്പ് ഇന്ന് ഒന്നാമത്തെ തുറക്കാൻ പോകട്ടോ. ഒന്നാമത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ 2025 റമദാൻ 1 തുറക്കാൻ പോവാണ്. കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിനെ അപേക്ഷിച്ചിട്ട് ഒന്നും കൂടിയും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നോമ്പിന്. അപ്പം ഭയങ്കര ക്ഷീണം. അപ്പം നമുക്ക് തന്നെ ക്ഷീണം തോന്നണം, മക്കൾക്ക് എത്ര ക്ഷീണം ഉണ്ടാവും. അങ്ങനെ ഉണ്ട് നോമ്പ്, നല്ല ക്ഷീണം. അപ്പം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ക്ഷീണത്തിൽ ഒരുപാട് വാരി വലിച്ച് തിന്നാമെന്ന് ഒക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. 2 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് വെള്ളം അറിയും, വയറ് വീർക്കും, ഒന്നും കഴിക്കാനാകാത്ത കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാനാകില്ല, തളർന്ന് ക്ഷീണിച്ച് പോകും. അതാണ് നോമ്പ്. പലരും തെറ്റിദ്ധരിച്ച് ഇരിക്കുന്നത് നമ്മളറിയില്ല, മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്. ഒരുവിധം പലരും തെറ്റിദ്ധരിച്ച് വിചാരിക്കേണ്ടത് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ, അതായത് ഇവൻ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നിലത്തെ കൊല്ലം നോമ്പ് നോറ്റിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം എത്ര നോമ്പ് പോയിട്ട് 6. അപ്പോൾ അതിൻ്റെ മുന്നിലത്തെ കൊല്ലം എത്ര നോറ്റ് ഇനി നോറ്റില്ല, 2 3. അപ്പോൾ ഇനി കഴിഞ്ഞാൽ എത്ര നോറ്റ് 21 നോമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് നോക്കുന്ന നേരം നമുക്ക് മനസ്സിലാവും. നമ്മൾ അത്താഴത്തിന്, ഞാൻ പൊതുവെ അത്താഴത്തിന് എണീച്ചാലൊന്നും കഴിക്കാറില്ല. അല്ല, ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത്, ഇപ്പോൾ നാട്ടിലാണുള്ളത്, ഇപ്പോൾ ഒരു 3-5 മാസമായിട്ട് നാട്ടിലാണുള്ളത്. പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ കൈക്കൊരു ട്രീറ്റ്മെൻറ്റിലായിട്ടുള്ള ഒരു രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നോമ്പിൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു 11 മണിയാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ അവിടെ നിന്ന് അത്താഴം കഴിക്കും. അത്താഴം എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള ഫുഡ്, അതായത് നോമ്പ് തുറക്കുന്ന നേരമുള്ളൊരു ഫുഡും കഴിച്ചിട്ട് തറാവിക്ക് ഇശാന് തറാവിക്കെല്ലാം പോയി എന്തായാലും ഡ്യൂട്ടി ഉണ്ടാകാനും കഴിഞ്ഞ് വന്ന് തറാവി കഴിഞ്ഞാൽ ഡ്യൂട്ടി തുടങ്ങും. ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ഒന്നും കഴിക്കലുണ്ടാകില്ല. അതേപോലെ ഒരു 10-12 മണിയാവും, അല്ലെങ്കിൽ 12 മണിയാവും. അന്നേരം എന്താണോ ഫുഡുള്ളത്, ചോറാണോ അല്ലെങ്കിൽ വേറെ എന്താണോ, അത് കഴിച്ചിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ സുബഹിക്ക് എണീച്ച് നിസ്കരിച്ച് ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങി ഒരു മണിക്കൂർ അരമണിക്കൂർ ചിലപ്പോൾ റെഡിയാകാനുള്ള സമയമൊക്കെ ഉണ്ടാവും. അല്ല 1-1.5 മണിക്കൂർ ഉറങ്ങി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഡ്യൂട്ടിക്ക് പോകും. അതും കഴിഞ്ഞ് വന്നിട്ട് ചിലപ്പോൾ ഉറങ്ങാണ്ട സമയം ഉണ്ടെങ്കിൽ ഉറങ്ങും, ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഗൾഫിൽ. ഇവിടെ നമുക്ക് ഇപ്പം ജോലിയൊന്നും ഇല്ല, ഇപ്പോൾ സുഖമില്ലാത്തൊരു സ്ഥിതിയിൽ ഇപ്പോൾ പോകാൻ പറ്റാത്തൊരു സ്ഥിതി അതിനെ കൊണ്ട്, ഇപ്പം നാട്ടിൽ തന്നെ ഉള്ളതിനെ കൊണ്ട് നമുക്കിവിടെ കിടന്നുറങ്ങണം. ഇപ്പോൾ രാവിലെ സുബഹിയും കഴിഞ്ഞ് നമുക്ക് ഉറങ്ങാം. ഇപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പി പോകുന്നതിനെ കൊണ്ട് 9 മണിക്ക് പോകണം. അപ്പോൾ കുറച്ച് സമയം ഉറങ്ങാനാവും. എന്തായാലും നമുക്ക് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഇപ്പം ഗൾഫ് കൺട്രിയിൽ ശരിക്കും തണുപ്പായതിനെ കൊണ്ട് നോമ്പിന് നല്ല സുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ താങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയിലുള്ള ക്ഷീണത്തിലുള്ള നോമ്പ് സാധാരണ ഓരോരോ വർഷം കൂടുമ്പോൾ 10 ദിവസം നമുക്ക് കുറഞ്ഞ് വരുന്നതാണ്. എനിക്ക് നേരെ കിടന്നുറങ്ങിയതാണ് അവളെ 10 മണി. അപ്പോൾ ഒരുത്തന് ഉള്ളിലുണ്ട് ലൈഫിനെ സഹായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണ്ടൊക്കെ നോമ്പിന് എന്തായിരുന്നോ, പണ്ട് ഒരു 20-25 വർഷം മുന്നേ, ഒരു 30 വർഷം മുന്നേ, നമ്മളെല്ലാം ഷാബുവിൻ്റെ പ്രായമായ സമയത്ത്, ഇവൻ്റെ മൂത്ത ആളെ പ്രായ സമയത്ത് നമ്മളെ വീട്ടിലൊന്നും ഫ്രിഡ്ജില്ല. നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള ഒരു അബുദാക്ക എന്ന് പറഞ്ഞ ഒരു കാര്യം വീടുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ ഈ ജഗ്ഗോ ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളോ കൊണ്ടാച്ച് വെക്കും. എന്നിട്ട് ഐസാക്കിയിട്ട് വൈകുന്നേരം എടുത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അലിഞ്ഞ് വെള്ളമാവും. അപ്പോൾ നോമ്പർക്ക് എന്തെങ്കിലും ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഇല്ല ജ്യൂസ് അടിക്കാനല്ല, എന്തെങ്കിലും വെള്ളം കലക്കി കഴിഞ്ഞാൽ അത് കറണ്ട് ഇല്ലാത്ത സമയത്ത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നാരങ്ങ വെള്ളം കലക്കി കഴിഞ്ഞാൽ അതിലിടുന്ന സമയത്ത് അലിഞ്ഞു പോകുന്നത് വെച്ചാൽ വെള്ളം മാത്രം ഉണ്ടാവും, തണുപ്പുണ്ടാകില്ല. ചിലപ്പോൾ ആരെങ്കിലും നോമ്പ് തുറക്കാൻ വരുന്ന സമയത്തെല്ലാം വെച്ചാൽ ഈ വെള്ളം മാത്രം അതിനെ കൊണ്ട് ഒന്നും ഉണ്ടാകില്ല.
അപ്പോൾ ഇന്നത്തെ കാലഘട്ടം മാറി. ഇന്ന് നമുക്ക് ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ തണുത്ത വെള്ളം, ഐസുള്ള അത് എല്ലാ സാധനവും സ്റ്റോക്ക് ചെയ്യാനും കറണ്ടും എല്ലാ കാര്യങ്ങളും വന്നു. അന്നൊന്നും അതില്ല. അന്നൊക്കെ ഈ പിന്നെ മാമ്പായ സീസണായിരുന്നു. കുറേ സമയത്ത് നോമ്പിനൊക്കെ നല്ല മാമ്പായ സീസണുള്ള സമയമെല്ലാം ഉണ്ടായിരുന്നു. ഒരു 30 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തോന്നുന്നു ഏകദേശം ഏപ്രിൽ മെയ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഉള്ള സീസണിലായിരിക്കും നോമ്പെല്ലാം ഉണ്ടായിട്ടുണ്ടാകുക. ആ സമയത്തൊക്കെ കുറച്ച് തണുപ്പ് കാലങ്ങളായതുകൊണ്ടും മഴക്കാലമായതുകൊണ്ടും അല്ലെങ്കിൽ തണുപ്പ് സീസൺ ആയതുകൊണ്ടൊക്കെ അന്നത്തെ മാമ്പഴങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയത്തെല്ലാം ഉണ്ടായിരുന്നു നോമ്പ്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് മാങ്ങ പറിച്ച് തിന്നൊക്കെ പോകുന്ന ഒരു സമയമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാറി. ഇന്ന് ഭയങ്കര ക്ഷീണമായി, കുട്ടികൾക്ക് ജോലി ആയി, ഇന്ന് സ്കൂളിൽ പോയി വന്നാൽ അപ്പം തൊണ്ടയിൽ വെള്ളം പറ്റി. അപ്പോൾ ഇനിയും സമയം കിടക്കുക. ഓരോരോ മിനിറ്റും നോമ്പിനുള്ള ആളുകൾക്ക് വിലപ്പെട്ടതാണ്. നമ്മളിപ്പോൾ റെഡിക്ക് നമ്മളെ വായിന്ന് ഉരിയാടേണ്ട ദിക്റുകളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അതായത് മഗ്രിബിനോടടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണത്. ആ ദിക്റ് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പള്ളിയിലൊക്കെ ചെറുപ്പകാലത്ത് ഇവൻ്റെ ഒക്കെ പ്രായമുള്ള സമയത്തൊക്കെ നമ്മൾ പള്ളിയിൽ പോയി ഇരുന്ന് അവിടെ നിന്ന് സഫായി ഇരുന്നിട്ട് നമ്മൾ ചൊല്ലി കൊടുത്ത ആൾ ചൊല്ലി നമുക്ക് തരും, അതുപോലെ നമ്മൾ ചൊല്ലി കൊടുക്കുകയും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയൊരു കാലമുണ്ട്. ഇന്ന് ഓരോരുത്തരായി ചുരുങ്ങി, പണ്ടത്തെ കൂട്ടുകുടുംബം അണുകുടുംബങ്ങളായി ചുരുങ്ങി കൊണ്ട് പല ഇതും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നോമ്പ് ഒന്ന് തുറക്കാൻ പോവാണ്. നമ്മളെ മൂത്തവൻ വന്നിട്ടുണ്ട്, ഓനും ക്ഷീണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത്. അപ്പോൾ നോമ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വേറൊരു പുതിയൊരു കാഴ്ച. കൂട്ടിലേക്ക് അടങ്ങാൻ പോകാം കേട്ടോ. കൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കണ്ടിപ്പോൾ വരിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് നോമ്പിൻ്റെ ഫീലിങ്? ഫസ്റ്റ് നോമ്പ് ഇക്കൊല്ലത്തെ എന്താ? നല്ല രീതിയിൽ പറ, അല്ലാതെ വേറെ രീതിയിലല്ല. എങ്ങനെ കുഴപ്പമില്ല? നിൻ്റെ ലോകം മുഴുവൻ നിൻ്റെ നോമ്പിൻ്റെ ഇത് ക്ഷീണം കാണുന്നുണ്ട്. മൊത്തം നല്ല ക്ഷീണമുണ്ട് അല്ലേ? നല്ല ക്ഷീണമല്ലേ കാണുന്നുണ്ട്? എനിക്കുണ്ടോ? അവന് ചിരിയായിരുന്നു. എന്തായാലും നോമ്പ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നോമ്പ് ജസ്റ്റ് ഒരു വീഡിയോ ഉൾപ്പെടുത്തി കാണിച്ചാണ്. എല്ലാവർക്കും നോമ്പ് എന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മഗ്രിബ് എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ തന്നെ ബാങ്ക് കൊടുക്കുന്ന സമയം ഓരോരോ മിനിറ്റ് ഓരോരോ മണിക്കൂറിനേക്കാൾ വിലപ്പെട്ടതാണ്. അത് എന്നെപ്പോലെ തന്നെ വ്രതം എടുക്കുന്ന ഇല്ലേ ഫാസ്റ്റിങ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം അറിയുന്നൊരു കാര്യം കൂടിയാണ്. അവിടെ ഫ്രൂട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട് ഡിസൈൻ ചെയ്തില്ല, ഇത് ചെത്തിക്കില്ല. ആപ്പിൾ നമ്മൾ ലാസ്റ്റാണ് ചെത്തും. ആപ്പിൾ കറുത്തു വന്നതിനെ കൊണ്ട് ഇവിടെ ഇറച്ചിയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ മോന് ഭൂരി പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഒത്തക്ക വെള്ളമാണ് കേട്ടോ. ഒത്തക്ക വെള്ളം ഇന്ന് നമ്മൾ മധുരത്തിൽ കുടിക്കാൻ പോകുന്നത്. അങ്ങനെ മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ആദ്യം നോമ്പ് തുറന്നേരം കഴിച്ച ലൈറ്റായിട്ടുള്ള ഫുഡ് കൂടാതെ നമ്മൾ റെഡിക്കുള്ള, കാരണം എനിക്ക് മെഡിസിൻ കഴിക്കാനുള്ള കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. എല്ലാവരും കഴിക്കുകയാണ് പള്ളിക്ക് പോകേണ്ടതിനെ കൊണ്ട്, തെറാവിക്കെല്ലാം പോകേണ്ടതിനെ കൊണ്ട്. അപ്പോൾ ഒരു കഷ്ടപ്പെട്ട് ഒരു 1.5 കഷ്ടപ്പെട്ട് അടുത്ത് 2-3 കഷ്ണം കഴിക്കാനുള്ള ഇത് ആർക്കും ഉണ്ടാകില്ല. അത് പൊതുവേ നോമ്പ് തുറന്ന ആൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവുക. അപ്പോൾ കുറച്ച് കായ്ക്കറിയും കുറച്ച് മീൻകറിയെല്ലാം ഒഴിച്ച് പിന്നെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി മധുരം കൂട്ടിയൊരു ചായയും നിർബന്ധമാണ് കേട്ടോ, തലവേദന കാര്യമെല്ലാം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം അല്ലേ പറ? അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.